ഹായ് കൂട്ടുകാരെ, പ്രമീള പ്രകാശ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു അപൂർവ രുചിയുള്ള മാങ്ങ അച്ചാറാണ് തയ്യാറാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം 1 സ്പൂൺ അളവിൽ ഉലുവയും 1 സ്പൂൺ അളവിൽ കടുകും എടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അതിനുവേണ്ടി നമ്മൾ പാനിലോട്ട് ചേർത്ത് വറുത്തെടുക്കുകയാണ്. ചെറിയ തീയിലിട്ട് കരിയാതെ വറുത്തെടുക്കണം. കരിഞ്ഞു പോയാൽ കയ്പ്പ് വരും. അതുകൊണ്ട് നന്നായി വറുത്തെടുത്ത ശേഷം ഒരു പാത്രത്തിലോട്ട് തണുക്കാൻ മാറ്റി വയ്ക്കാം. പിന്നീട് അതേ പാത്രത്തിൽ തന്നെ 3-4 വറ്റൽ മുളകും പിരിയൻ മുളകും 3-4 കാശ്മീരി ചില്ലിയും കൂടി ചേർത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. അതും ചെറിയ തീയിൽ തന്നെ വറുത്തെടുക്കണം. കരിയാതെ നോക്കണം. നല്ലതുപോലെ വറുത്തെടുത്തിട്ട് അതും തണുക്കാനായി മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മൾ നല്ല വലിപ്പത്തിലുള്ള ഒരു മാങ്ങ കഴുകി വെള്ളമെല്ലാം തുടച്ചെടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഇനി നമുക്ക് അച്ചാറിന് അരിയും പോലെ അരിഞ്ഞെടുക്കാം. ഈ അരിഞ്ഞെടുത്ത മാങ്ങ കണ്ടാൽ പഴുത്ത കളറിലിരിക്കുന്നു, പക്ഷേ അത് പഴുത്തതല്ല, നല്ല വിളഞ്ഞ് പുളിയുള്ള മാങ്ങയാണ്. ഇത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിനെ നന്നായിട്ട് നമുക്ക് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. ഈ അച്ചാർ തയ്യാറാക്കിയ ശേഷം ഇന്നെടുക്കാതെ നാളെ എടുത്ത് കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പം നമ്മൾ ഈ അരിഞ്ഞു വെച്ചേക്കുന്ന മാങ്ങാക്കൂട്ടിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ടൊന്ന് ഇളക്കി വയ്ക്കാം. ഇനി അത് 2-3 മണിക്കൂർ ഉപ്പ് പിടിക്കാനായിട്ട് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ മുളക് പൊടി തയ്യാറാക്കാം. വറുത്ത് വെച്ച മുളക് മിക്സിയിലോട്ട് ചേർത്ത് കൊടുത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. നന്നായി മൊരിഞ്ഞ മുളകായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടിഞ്ഞു കിട്ടും. ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കുമ്പോൾ അച്ചാറിന് ടേസ്റ്റ് കൂടും. ഇനി നമ്മൾ വറുത്ത് വെച്ചിരുന്ന കടുകും ഉലുവയും ചേർത്ത് കൊടുക്കാം. അതും കൂടി ഒന്ന് പൊടിച്ചെടുക്കാം. ഇപ്പോൾ പൊടിയെല്ലാം തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് പാനിലോട്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം. നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. അതിനുശേഷം കടുക് പൊട്ടുമ്പോൾ വറ്റൽമുളകും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഇനി ഇതെല്ലാം മൂത്ത് വരുമ്പോൾ നമുക്ക് മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മാങ്ങയിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ചിട്ടുണ്ട്. ഇനി മാങ്ങ ചെറിയ തീയിലിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ പൊടിച്ചു വച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. മാങ്ങയുടെ അളവനുസരിച്ച് പൊടി ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുക്കണം. ഉപ്പിൻ്റെ അളവ് നമ്മൾ നേരത്തെ ചേർത്തത് കൊണ്ട് ഇനി ചേർക്കേണ്ടി വരില്ല. നല്ല ഉപ്പുണ്ട്. ഇത് പോരാ എങ്കിൽ ഉപ്പ് വേണമെന്നുള്ളവർക്ക് ഇനിയും ചേർത്ത് കൊടുക്കാം. നമുക്കിത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇപ്പോൾ ഉണ്ട്. പിന്നെ നമ്മൾ ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഇളക്കിയ ശേഷം ആ പച്ചമണം ഒന്ന് മാറുമ്പോൾ അത് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള ഒരു അച്ചാറാണ്. നമുക്കിത് നാളെ എടുത്ത് കറി കൂട്ടുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ എല്ലാവരും ഈ അപൂർവ അച്ചാറൊന്ന് തയ്യാറാക്കിക്കോളും.